ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പൊട്ടാറ്റോ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് പൊട്ടാറ്റോ സ്മൈലി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. പൊട്ടാറ്റോ സ്മൈലി ഉണ്ടാക്കാൻ 2 പൊട്ടാറ്റോ ഞാനിവിടെ വേവിച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മുളക് പൊടിയാണ് എടുത്തത്. പൊട്ടാറ്റോ നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. 5 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 ബ്രെഡ് ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ച കോൺഫ്ലോർ 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായി തോന്നുകയാണെങ്കിൽ എടുത്തു വെച്ച ബ്രെഡ് ക്രംസിൽ നിന്ന് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കോൺഫ്ലോറും കൂടി ചേർത്ത് ചപ്പാത്തിയുടെ മാവിൻ്റെ രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ച കോൺഫ്ലോർ ഫുള്ള് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിനി അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ആണ് നമ്മൾ എടുക്കുന്നത്. അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഞാനിവിടെ ബട്ടർ പേപ്പറിലാണ് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഴ ഇലയുണ്ടെങ്കിൽ വാഴ ഇലയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ പരത്തി കൊടുക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ ഓയിൽ തടവിയിട്ട് അതിലും പരത്തി കൊടുക്കാം. ഞാനൊരു ബോട്ടിലിൻ്റെ മൂടിയാണ് എടുത്തത്. ഇതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ പെന്നിൻ്റെ ഒരു മൊനമ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടാണ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചൊരു കട്ടിയിൽ വേണം ഇത് പരത്തി കൊടുക്കാൻ. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കോലൊക്കെ വെച്ചിട്ട് പരത്തുകയാണെങ്കിൽ ചപ്പാത്തിയുടെ കോലുമ്മൽ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതി. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മോന് വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. സൈഡിൽ നിന്നൊക്കെ എടുത്തു പോയി. അപ്പോൾ ഞാനിവിടെ രണ്ടാമത് വേറെ പരത്തിയതാണിത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്കിനി കണ്ണും സ്മൈലി ആക്കണമല്ലോ. അപ്പോൾ ഇതിന് ഞാൻ പെന്നിൻ്റെ നിപ്പിൻ്റെ അതാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ട്രോ ഉണ്ടെങ്കിൽ ജ്യൂസിൻ്റെ സ്ട്രോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ട് ചെറുതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ സ്മൈലി ആക്കാൻ ഞാനിവിടെ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്മൈലി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്മൈലിയും ഇതേ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അടുത്തതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഞാൻ കണ്ണ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി സ്പൂൺ വെച്ചിട്ട് സ്മൈലിൻ്റെ ഇതും കൂടി റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ നല്ല പ്രസ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. എന്നാൽ ഉൾവശം കാണണം. എന്നാലാണ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്മൈലി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജ്യൂസിൻ്റെ സ്ട്രോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ റൗണ്ടുള്ള എന്തെങ്കിലും മതി. കണ്ണ് റെഡിയാക്കി കൊടുക്കാം. പിന്നെ സ്പൂൺ വെച്ചിട്ട് സ്മൈലിൻ്റെ ഇതും റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ബാക്കി വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഈ ഒരു സ്മൈലിൻ്റെ ഷേപ്പിലൊക്കെ ആകുമ്പോൾ അവർ കഴിച്ചോളും. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കണം. കണ്ണിൻ്റെ ഉള്ളിലുള്ള മാവെല്ലാം ഒന്ന് നമുക്ക് കളയാം. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കളഞ്ഞു കൊടുക്കാം. അപ്പം നല്ല കണ്ണായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി സ്മൈലികൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ മുഴുവനായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. കുറച്ച് സ്മൈലിയുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള മാവ് ഞാൻ കളയാതെ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കുറച്ച് കരിഞ്ജീരകം വെച്ച് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ നിന്നോളൂ.
ഞാനിവിടെ 2 രീതിയിലാണ് ചെയ്തെടുത്തത്. കുറച്ച് കരിഞ്ജീരകം വെച്ചത് സ്മൈലിയും പിന്നെ കരിഞ്ജീരകം വെക്കാത്ത സ്മൈലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫുള്ള് സ്മൈലികളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്മൈലികൾ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊട്ടാറ്റോ സ്മൈലി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2-3 ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതലിട്ട് ഫ്രൈ ചെയ്താൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരാം. അപ്പോൾ നല്ല ഭംഗിയുള്ള പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു.